ബേസ് മുതൽ കണക്ക് പഠിച്ചു തുടങ്ങാം. ഈ ഒരു സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ഫ്രാക്ഷൻസ് എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ, ഭിന്നസംഖ്യയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഭിന്നസംഖ്യയുടെ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് മിശ്ര ഭിന്നങ്ങളുടെ, ഭിന്നസംഖ്യകത്ത് വരുന്ന മിശ്ര ഭിന്നങ്ങളുടെ സങ്കലനം, വ്യവകലനം എന്ന് പറയുന്ന ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഭിന്നസംഖ്യകളുടെ അല്ലെങ്കിൽ മിശ്ര ഭിന്നങ്ങളുടെ സങ്കലനവും വ്യവകലനവും എങ്ങനെ ചെയ്യുന്നതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഭിന്നസംഖ്യകൾ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഭിന്നസംഖ്യകളുടെ സങ്കലനം വരുന്ന 2 ചോദ്യങ്ങൾ, വ്യവകലനം വരുന്ന 2 ചോദ്യങ്ങൾ, ഇത് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ച് മെത്തേഡ്സ് ഒക്കെ എല്ലാം എഴുതി പോവുക. നമ്മൾ ഒന്നിലധികം മെത്തേഡ്സ് ഒക്കെ ഉള്ളതിന് അതൊക്കെ പറഞ്ഞായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇത് മിശ്ര ഭിന്നമാണെന്ന് നമുക്കറിയാം. മിശ്ര ഭിന്നങ്ങൾ കൂട്ടാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമുക്ക് എന്താണ് 8ഉം 5/6 പ്ലസ് 2ഉം 3/4 പ്ലസ് 4ഉം 2/3. ഓക്കെ, 2 രീതിയിൽ നമുക്ക് ഈ ചോദ്യങ്ങളെ ചെയ്യാൻ പറ്റും. ഓക്കെ, സങ്കലനത്തിൽ 2 രീതി ചെയ്താലും വലിയ ബുദ്ധിമുട്ടൊന്നും വരാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വ്യവകലനത്തിലേക്ക് വരുമ്പോൾ കുറച്ച് സംശയങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ടിലും 2 മെത്തേഡും പറഞ്ഞ് തന്നെ പോവുകയാണ്. നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത് അത് ചൂസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത് ഞാൻ മെത്തേഡ് പറയുന്നത്, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ മിശ്ര ഭിന്നത്തിലിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം നമ്മൾ തലയ്ക്കകത്ത് ഉണ്ടാക്കി വെക്കുക. ചെയ്യാനൊക്കെ പറ്റും എങ്കിലും നമ്മൾ പറയാണ്, നിങ്ങൾ അങ്ങനെ തന്നെ ഓർത്ത് വെച്ചോളാം. മിശ്ര ഭിന്നത്തിലിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ മിശ്ര ഭിന്നം എന്നാൽ എന്തിലേക്ക് മാറ്റണം? നമ്മൾ തുടക്കത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കൺവേർഷൻ. അതായത് മിശ്ര ഭിന്നത്തിന് നമുക്ക് എന്തിനോട് മാറ്റാനായിട്ട് സാധിക്കും? വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതായത് മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുവഴി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതായി കിടക്കുന്ന ഓരോ മിക്സഡ് ഫ്രാക്ഷനെയും മിശ്ര ഭിന്നത്തിനെയും നമുക്ക് കൺവേർട്ട് ചെയ്യാം. എന്തിലേക്ക്? വിഷമ ഭിന്നത്തിലേക്ക്. എങ്ങനെ ചെയ്യാം? ഓർമ്മയുണ്ടല്ലോ, ഇങ്ങനെ ഗുണിക്കും, ഇങ്ങനെ കൂട്ടും. സോ 6 8 48 പ്ലസ് 5 53 ബൈ ഇതേ ഛേദം എഴുതും 6. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് മുൻപിലത്തെ ക്ലാസ്സുകൾ കണ്ടിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ. ചിലപ്പോൾ നമുക്ക് ഇനി വീണ്ടും പഴയതുപോലെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സീരീസ് മുഴുവനായിട്ട് കണ്ടുവരാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ സീരീസിലെ 2 കാറ്റഗറി നമ്മൾ ചെയ്തു പോകുന്നു. ഒന്ന് ടോപ്പിക് ക്ലാസ്സും ഒന്ന് പ്രീവിയസ് ഇയറും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ടെലഗ്രാം ചാനലിലേക്ക്, നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർക്ക് പ്രീവിയസ് ആവശ്യമായിട്ട് വരില്ല, ചിലർക്ക് ടോപ്പിക്ക് മാത്രം മതിയായിരിക്കും, പ്രീവിയസ് വേണ്ട, ചിലർക്ക് പ്രീവിയസ് മാത്രം മതിയായിരിക്കും, ടോപ്പിക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് 2 കാറ്റഗറി ആയിട്ട് നമ്മൾ ടെലഗ്രാം ചാനലിൽ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ലിങ്ക് എല്ലാം കൊടുത്തിട്ട് ഓരോ ടോപ്പിക് ബേസ്, ഓരോ ഡേ ബേസ് നമ്മൾ എന്ത് ചെയ്യും, ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകളെല്ലാം കൂടി ഒരു സെക്ഷനായിട്ടും പിന്നെ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ആ എപ്പിസോഡെല്ലാം, ആ വീഡിയോസ് എല്ലാം ലിങ്കുകൾ വേറൊരു സെക്ഷനായിട്ട് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് അതിൽ വരിക, ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ആ വീഡിയോ കാണാം. ദെൻ അടുത്ത വീഡിയോ ക്ലിക്ക് ചെയ്യുക, ആ വീഡിയോ കാണാം. അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്തു പോകും. പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമുള്ളവർക്ക് നമ്മൾ ഓർഡറിന് പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്ത് പോയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ എന്താണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുന്നുണ്ട്, അരുൺ ലോജിക് മാത്സ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് എന്ന് പറയുന്നത്. സോ അതിലേക്ക് വരിക, നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. സോ 6 48 പ്ലസ് 5 53/6. ഇവിടെ എങ്ങനെ ചെയ്യുക? സെയിം 4 × 2 8, 8 പ്ലസ് 3 എത്രയാണ്? 11 ബൈ ഇതേ ഛേദം 4 പ്ലസ് എന്ത് ചെയ്യുന്നു? 4 × 3 12, 12 പ്ലസ് 2 14/3. ശരിയല്ലേ? ഇതെന്തായി? ഇത് ഇപ്പോൾ ഭിന്നസംഖ്യയായി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം പഠിച്ചാണ് എന്താണ് ഭിന്നസംഖ്യയിൽ കൂട്ടാനായിട്ട്. പല രീതിയിൽ കൂട്ടാം. അത് 3 രീതിയൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ ചെയ്യാനായിട്ട്. ഛേദങ്ങൾ ഒരുപോലെയാക്കാം, LCM എടുക്കാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. പക്ഷെ നമ്മൾ പറഞ്ഞു 2ൽ കൂടുതൽ ടേമുകൾ പദങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് LCM ആയിരിക്കും ബെറ്റർ മെത്തേഡ്, അല്ലെങ്കിൽ ഛേദങ്ങൾ ഒരുപോലെ ആക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ഛേദങ്ങൾ ഒരുപോലെ ആക്കുക, LCM എടുക്കുക, എന്തോ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനകത്ത് ഛേദങ്ങൾ ഒരുപോലെ ആക്കണം. നമ്മൾ ഏതിലേക്ക് മാറ്റണം എന്ന് ആലോചിച്ച് നോക്കിയേ. 6 4 3 ആണ്. ഛേദം നമുക്ക് 12ലേക്ക് മാറ്റാൻ പറ്റും. ശരിയല്ലേ? 12ലേക്ക് മാറ്റാം. നമുക്കൊന്ന് നോക്കാം, 12ലേക്ക് മാറ്റി നോക്കാം. ഞാൻ LCM ചെയ്യുന്നില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഏതും ചെയ്യാം. LCM ഞാൻ 12ലേക്ക്, ഇതിൻ്റെ LCM എത്രയാണ്? 12 ആണ്. ഞാൻ എൻ്റെ LCM എല്ലാം 12ലേക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇവിടെ 2 കൊണ്ട് ഗുണിക്കുന്നു. കാര്യം 6നെ 2 കൊണ്ട് ഗുണിച്ചാലേ 12 ആവും. സോ മുകളിൽ 2 കൊണ്ട് ഗുണിക്കും. 4നെ എത്ര കൊണ്ട് ഗുണിച്ചാലേ 12ലേക്ക് മാറ്റാൻ പറ്റുക? നമ്മൾ 3 കൊണ്ട് ഗുണിക്കും. മുകളിൽ 3 കൊണ്ട് ഗുണിക്കും. താഴെ 3നെ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടേ? 4 കൊണ്ട് ഗുണിച്ചാലേ 12 ആവുള്ളൂ. സോ നമ്മൾ മുകളിൽ 4 കൊണ്ട് ഗുണിക്കും. മനസ്സിലായല്ലോ? സോ നമ്മൾ എന്താ ചെയ്തത്? ഛേദങ്ങളെ 12 ആക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഗുണിക്കണം നോക്കി, അതുകൊണ്ട് മുകളിലും താഴെയും ഗുണിച്ചു. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 106/12 പ്ലസ് ഇവിടെ എന്ത് വരും? ഇവിടെ 33/12 പ്ലസ് ഇവിടെ എന്ത് വരും? 4 16 56/12.
ഓക്കെ അല്ലേ? ഇപ്പോൾ ഛേദങ്ങൾ നോക്കി, ഛേദങ്ങൾ ഒരുപോലെ ആയില്ലേ? സോ ഛേദങ്ങൾ നമ്മൾ അതുപോലെ വയ്ക്കുന്നു, അംശങ്ങൾ തമ്മിൽ നമ്മൾ കൂട്ടുകയാണ്. എങ്ങനെയാണ്? 100, 130, 180, 186, 189, ദെൻ 195. ഞാൻ കൂട്ടിയതിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നമുക്ക് കിട്ടിയത് 195/12. പക്ഷേ നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കിയാൽ ഇങ്ങനെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. പകരം മിശ്ര ഭിന്നത്തിൽ, കാര്യം ക്വസ്റ്റ്യൻ മിശ്ര ഭിന്നത്തിലായതുകൊണ്ട് ഉത്തരവും മിശ്ര ഭിന്നത്തിലായിരിക്കും കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇതിനെ മിശ്ര ഭിന്നത്തിലോട്ട് മാറ്റണം. എങ്ങനെ മാറ്റും? നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? 195നെ 12 ഹരിച്ചിരിക്കുകയല്ലേ? നമ്മൾ എന്ത് ചെയ്യും? 195നെ 12 കൊണ്ട് ഹരിക്കും. ഒരു 12, 12, ബാക്കി 75 അല്ലേ? കുറയ്ക്കുമ്പോൾ 9 2 കുറച്ച് 7 75. ഇനി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അടുത്ത് ചെയ്യും 6 12 72. ശിഷ്ടം എത്രയാ? ശിഷ്ടം 3. ക്ലിയർ ആയില്ലേ? അപ്പോൾ നോക്കി, ഇത് നമ്മളെങ്ങനെ, നമുക്കറിയാം മിശ്രഭിന്നത്തിലൂടെ കൺവേർട്ട് ചെയ്യാറിയാം. വിഷമഭിന്നത്തിനെ മിശ്രഭിന്നമാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? തന്നിരുന്ന മിശ്രഭിന്നങ്ങളെ വിഷമഭിന്നമാക്കി ചെയ്ത് വന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ വിഷമഭിന്നം, കാരണം നമ്മൾ വിഷമഭിന്നത്തിലോട്ട് ആക്കിയാണ് ചെയ്തു വന്നത്. ശരിയല്ലേ? അപ്പോൾ ഇനിയും എന്ത് ചെയ്യണം? ചോദ്യത്തിലേക്ക് മാറണം, അതായത് മിശ്രഭിന്നത്തിലേക്ക് മാറണം. ഇതാണ് നമ്മുടെ പരിപാടി. 195നെ 12 ഹരിച്ചു. അപ്പോൾ നോക്കി, നമ്മൾ ഇവിടെ തുടങ്ങും 16 തുടങ്ങും അല്ലേ? 16 എഴുതി, വരച്ചു, കറങ്ങി ഇവിടെ വന്നു. എവിടെയാ? 3 മുകളിൽ എഴുതി, അവിടെ നിന്ന് കറങ്ങി ഇവിടെ വന്നു. എത്രയാ? 12 താഴെ ഇറങ്ങി. ചിലപ്പോൾ ഇതും ഓപ്ഷനിൽ കാണില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ 3ഉം 12ഉം വെട്ടാൻ പറ്റും. ഒരു 3 3, 4 3 12, 3 വെച്ച് വെട്ടാൻ പറ്റും. സോ ആൻസർ 16ഉം 4 1 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുക. ഞാൻ ചെയ്തതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെന്നോട് നോക്കുക കേട്ടോ. മെത്തേഡ് ഇങ്ങനെയാണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഇതാണ് ഒരു മെത്തേഡ്. സോ നമ്മൾ സെക്കൻഡ് മെത്തേഡിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ചൂസ് ചെയ്യാൻ കേട്ടോ. നമ്മൾ പറയുകയാണ്, നോക്കി, 8 5/6 പ്ലസ് 2 3/4 പ്ലസ് 4 2/3. ഓക്കെ അല്ലേ? നോക്കി, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോക്കി ഇതിൻ്റെ പൂർണ്ണ സംഖ്യകളെ എല്ലാം നമുക്ക് ഇങ്ങനെ എടുക്കാം. കണ്ടോ? നോക്കി, 8 പ്ലസ് 2 പ്ലസ് 4 എല്ലാം എടുക്കുവാന്നേ. 8 പ്ലസ് 2 പ്ലസ് 4 ഏതൊക്കെയാണ്? ഞാൻ ഈ റൗണ്ട് ചെയ്തെല്ലാം ഞങ്ങൾ പൂർണ്ണ സംഖ്യകൾ എടുക്കുകയാണ്. ബാക്കി ഇനി ആരൊക്കെയുണ്ട്? 5/6 3/4 2/3. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കൂട്ടി 8 14 14 പ്ലസ് LCM എടുത്ത് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ കേട്ടോ. കാര്യം പെട്ടെന്ന് മനക്കണക്കായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും വരാൻ ചിലപ്പോൾ എല്ലാവരെ കൊണ്ട് പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു പോകുന്നത്, ബേസ് ഈക്വലാക്കി പോകുന്നത്. നിങ്ങളുടെ ഇഷ്ടം. LCM ആണ് നിങ്ങൾക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ LCM ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടെ ഞാൻ കൂട്ടി വെച്ചു. ഇനി നമുക്ക് ഇത്രയും സാധനം ചെയ്താൽ പോരെ? നമുക്ക് ചെയ്തു നോക്കാം. എന്താ? ഇതിൻ്റെ ഛേദങ്ങളെല്ലാം നമുക്ക് ഒരുപോലെ ആക്കാം. എന്ത് ചെയ്യുന്നു? 12 ആക്കാൻ നമുക്ക്. ഞാനിവിടെ 2 കൊണ്ട് ഗുണിക്കുന്നു, 2 കൊണ്ട് ഗുണിക്കുന്നു, 3 കൊണ്ട് ഗുണിക്കുന്നു. കാര്യം മനസ്സിലായല്ലോ? 12 ആക്കാൻ വേണ്ടിയിട്ടാണ്. 3നെ എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട്. സോ 10/12, ദെൻ 9/12, ദെൻ 8/12. ഓക്കെ അല്ലേ? നോക്കിയേ, 14 പ്ലസ് ഛേദങ്ങളെല്ലാം ഒരുപോലെ അല്ലേ? ഒന്ന് കൂട്ടിയെടുത്തേ. 19 8 27. ഇപ്പോഴും പ്രശ്നമുണ്ട്. 27/12 കിടക്കുന്നത്. ശരിയല്ലേ? വിഷമഭിന്നം അല്ലേ? മിശ്രഭിന്നം ആക്കണ്ടേ? ഇതിന് നമുക്ക് കുറച്ചുകൂടി ഒന്ന് കടത്തി ചിന്തിക്കാം. ഒരു മെത്തേഡ് എന്താ? നമുക്കറിയാം, 27/12 ഹരിക്കും. 2 12 24, ബാലൻസ് 3. നമ്മൾ എങ്ങനെ എഴുതുന്നതിനെ? അപ്പോൾ നോക്കിയേ, 2 ആദ്യം എഴുതും അല്ലേ? ഇങ്ങോട്ടൊന്ന് എഴുതുവാന്നേ. 2 ആദ്യം എഴുതി, വരച്ചു, കറങ്ങി ഇവിടെ വന്നു, 3 എഴുതി, 12 എഴുതി. ശരിയല്ലേ? വെട്ടുമ്പോൾ 1/4, രണ്ടും 1/4 കിട്ടും. ഇനി വേറൊരു മെത്തേഡോട് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ? കുറച്ചുകൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റിയാൽ നമുക്ക് ഇതിന് എങ്ങനെ എഴുതാം? 14 പ്ലസ് ഈ 27/12നെ ഞാനത് സ്പ്ലിറ്റ് ചെയ്യാൻ പോകണം. എങ്ങനെയാണെന്ന് അറിയാമോ? 12ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഈ ഗുണനമായിട്ട് അല്ലെങ്കിൽ ഗുണിതമായിട്ട് 27ന്റെ അടുത്ത ഒരു സംഖ്യ എത്രയാ? 24 അല്ലേ? സോ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. ഇതിനെനിക്ക് 24/12 പ്ലസ് 3/12 എഴുതാം. അത് മനസ്സിലായോ എന്തോ നിങ്ങൾക്ക്? കാര്യം 12ന്റെ ഗുണിതമായിട്ട് 27ന്റെ അടുത്ത സംഖ്യ 24 സോ ഞാൻ 24/12 എഴുതി. ഇനി ഇതിന്റെ കൂടെ 27 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 3/12 കൂടെ വരണം. അങ്ങനെയല്ലേ? 24/12 ഛേദങ്ങൾ ഒരുപോലെ അല്ലേ? നിങ്ങൾ നോക്കിയേ, ഛേദം ഒരുപാട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് അതുപോലെ വെച്ചിട്ട് അംശങ്ങൾ കൂട്ടും. 24 3 27. ഓക്കെ, എന്താ ചെയ്തത്? ഐഡിയ എങ്ങനെയാണ്? 12ന്റെ ഗുണിതമായിട്ട് 27ന്റെ അടുത്ത് വരുന്ന സംഖ്യ എത്രയാ? അത് 24. സോ ഞാൻ എന്ത് ചെയ്തു? 24/12 അങ്ങ് എഴുതി. ഇനി 27ലേക്ക് എത്ര കൂടെ വേണം? 3 കൂടെ വേണം. സോ 3/12 എഴുതി. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് ചെയ്യാതെ പെട്ടെന്ന് പറയാം. 24/12 എത്രയാണ്? 2 അല്ലേ? അതായത് 14 പ്ലസ് 2 പ്ലസ് ഇതെന്താ? ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരു 1/4. ശരിയല്ലേ? 1/4. നിങ്ങൾ നോക്കിയേ, 14 2 16, 16 4 1 16 4 1. ശരിയല്ലേ?
ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ് 16 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 16 4 ആണെന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ഈ ഭിന്നസംഖ്യകളുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചെങ്ങനെ മനസ്സിലാവുള്ളൂ. അതെങ്ങനെ 16 4 16 പ്ലസ് 4 16 4 ആയി എന്ന് സംശയം വരരുത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ടും സീരീസ് ഫുള്ളൗട്ടായി കണ്ടുവരിക. നമ്മൾ ബേസിക് ആദ്യ ക്ലാസ്സിലേക്ക് ആയിരിക്കും പറഞ്ഞു വരുന്നത് കേട്ടോ. സോ രണ്ടും കിട്ടിയല്ലോ. നിങ്ങൾക്ക് ഏതാണോ ഇത് ഇത്രയും സ്റ്റെപ്പൊന്നും വരില്ല. നമ്മൾ കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ കുറേ സ്റ്റെപ്പുകൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ തന്നെ നോക്കിയേ 8 2 14 14 ഒറ്റ സ്റ്റെപ്പിൽ 14 എന്ന് എഴുതാം. ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് അത് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. സോ നമുക്ക് ഇതേ പാറ്റേണിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ അല്ലേ? നോക്കിയ ചോദ്യം എന്താ എഴുതിയിരിക്കുന്നത്? 3 2 1 പ്ലസ് 1 4 1 പ്ലസ് 2 1 3. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചെറിയൊരു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു വെച്ചോളൂ. നിങ്ങൾ ഇതാ 2 1 എവിടെയെങ്കിലും കണ്ടാൽ അത് അര ആണ് എന്ന് വിചാരിച്ചോണം. അര തന്നെ വായിക്കണം. 4 1 എവിടെയെങ്കിലും കണ്ടാൽ അതിനെ 4 എന്ന് വായിക്കണം. 4 3 കണ്ടാൽ അതിനെ 3/4 എന്ന് വായിക്കണം. ഓക്കെ, ഇത് പഠിച്ചാൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് നോക്കാം. ഓക്കെ അല്ലേ? പറയുവാന്നേ. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചാൽ നോക്കിയേ എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നു. 3 2 2 6 6 പ്ലസ് 1 7 7/2 ശരിയല്ലേ? പ്ലസ് ഇവിടെ ആണെങ്കിലോ 4 പ്ലസ് 1 5/4 ശരിയല്ലേ? പ്ലസ് ഇവിടെ ആണെങ്കിലോ 3 2 6 പ്ലസ് 1 7 7/3 ശരിയല്ലേ? 4 3 2 നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ പോലെ 12ലേക്ക് മാറ്റാം. LCM ചെയ്യാം, ക്രോസ് ചെയ്ത് ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. ഞാൻ എൻ്റെ ഛേദങ്ങളെല്ലാം 12ലേക്ക് മാറ്റാൻ പോവുകയാണ്. സ്റ്റെപ്പ് കുറയ്ക്കാൻ പോവുകയാണ്. നോക്കി, ഇവിടെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 12 ആവും. ഇവിടെ 6. ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 12 ആവും. 3. ഇവിടെ 4 കൊണ്ട് ഗുണിക്കണം. ഇവിടെയും 4 ശരിയല്ലേ? ഛേദങ്ങളെല്ലാം ഒരുപോലെ ആയില്ലേ? നോക്കി, 12 12 12. നമുക്ക് എന്ത് ചെയ്യാം? 12 അപ്പോൾ 12 എഴുതിയിട്ട് മുകളിൽ കൂട്ടിയാൽ പോരെ? 7 6 42. 5 × 3 15. 42 15 57. 57 28 ശരിയല്ലേ? 57 20 77 8 85 എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ 85 ആൻസർ വരിക. കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എഴുതി തന്നെ ചെയ്യും. 42 പ്ലസ് 15 പ്ലസ് 28. ഓക്കെ, കൂട്ടി 40 10 50 20 70 78 83 85 ശരിയല്ലേ? സോ 85 എന്ന് എഴുതുന്നു. 85/12 എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 85/12 ചെയ്യും അല്ലേ? എത്ര വരും? നമുക്ക് നോക്കാം. 12. ഇതിപ്പോൾ സിംപ്ലി നമുക്ക് ചെയ്താലേ പറ്റുള്ളൂ. എത്രയായാലും 12 കിടക്കുന്ന ചെയ്ത് കൊടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ 7 12 84 വരും അല്ലേ? സോ 7 12 84. ബാലൻസ് 1. എവിടെ തുടങ്ങും? 7 തുടങ്ങും അല്ലേ? 7 എഴുതി വരച്ചു. കറങ്ങി ഇവിടെ വരുന്നു 1. അവിടെ പോകുന്നു 12. 7 12 1. ഇതാണ് ആൻസർ. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡിലേക്ക് വരാം. എന്താണ് നോക്കിയേ? 3 2 1 അല്ലേ? പ്ലസ് 1 4 1 പ്ലസ് 2 3. നമ്മൾ ഈ പറഞ്ഞ പോലെ മെത്തേഡ് നോക്കിയേ. 3 1 2 എടുക്കുക. 3 1 4 4 2 6 6 എടുക്കുന്നു. ബാക്കി നോക്കിയേ. പിന്നെ ഉള്ള എന്താ? അരയും കാലും 3 1. അരയും കാലും കൂടെ കിട്ടുകയും നമുക്ക് 3/4 എഴുതാൻ പാടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അത് പഠിച്ച എളുപ്പമാണ്. അരയും കാലോടെ ചേരും 3/4 ആയി. ഈ അരയും ഈ കാലോടെ ചേരും 3/4 ആയി. 3/4 പിന്നെ എന്താണ്? ഒരു 3 1. കണ്ടോ? മനസ്സിലായല്ലോ? അങ്ങനെ ചിന്തിച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കി 6. നമുക്കിത് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്ത് നോക്കിയേ. 3 × 3 9 പ്ലസ് 4 × 1 4 4 × 3 12. നോക്കി 6 പ്ലസ് 13/12. ഇവിടെയാണ് ഇനി മിശ്രഭിന്നമാക്കണം. ഇല്ലാണ്ട് നമുക്ക് ആലോചിക്കാം. എങ്ങനെ ആലോചിക്കാം? ഇങ്ങനെ ആലോചിക്കാം. 6 നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 12ന്റെ മൾട്ടിപ്ലൈ ഗുണിതമായിട്ട് 12 അടുത്തൊരു സാധനം ഏതാ? അത് 12. സോ ഞാൻ ഇങ്ങനെ എഴുതണം. 12/12 പ്ലസ് 1/12 ശരിയല്ലേ? 12/12. ഇനി 12 എത്ര കൂട്ടിയാൽ 13 കിട്ടും? ഒന്നുകൂടെ കൂട്ടണം. ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ ഇത് നമുക്ക് എത്രയായിട്ട് മാറും? ഇത് 1 ആയിട്ട് മാറും. 12/12 1. സോ 6 + 1 7 പ്ലസ് 1/12 7 12 1. ഇങ്ങനെ ചെയ്താലും മതി. അതല്ലെങ്കിൽ ഈ സ്റ്റെപ്പിലേക്ക് വരണ്ട, ഇവിടെ നിർത്തണം. ഇവിടെ എന്ത് ചെയ്യണം? 13 നമ്മൾ എപ്പോഴത്തേക്കും എന്ത് ചെയ്യും? മിശ്രഭിന്നമാക്കും. 13/12 ഒരു 12 12 ബാലൻസ് 1 ശരിയല്ലേ? എങ്ങനെ വരും? 1 എടുക്കും. 1 ആദ്യം എഴുതും അല്ലേ? ഫ്രണ്ടിൽ 6 ഉണ്ട്. 6 + 1 എഴുതി. കറങ്ങി ഇവിടെ 1/12. സോ 6 1 7 7 1/12 അങ്ങനെയും കിട്ടും. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ ചെയ്താലും മതി. സോ സങ്കലനം മനസ്സിലായല്ലോ? കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാണ് സങ്കലനത്തിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കിനി ഇതിലേക്ക് വരണം, വ്യവകലനത്തിലേക്ക് വരണം. നോക്കാം വ്യവകലനം എങ്ങനെയാണെന്നുള്ളത്. നോക്കി വ്യവകലനത്തിലേക്ക് നമ്മൾ വരികയാണ്. 6 2 1 മൈനസ് 2 3/4 മൈനസ് 1 1/2. ശ്രദ്ധിച്ച് ചെയ്യണം.
പ്ലസ് ചെയ്തതുപോലെ അത്രയ്ക്ക് എളുപ്പമാണെന്നില്ല. ചിലപ്പോൾ ചില തെറ്റുകൾ ചെറിയ ശ്രദ്ധ കുറവുകൊണ്ട് നമുക്ക് തെറ്റുകൾ ഉണ്ടാവാം. ഓക്കെ, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ എന്താണ് ആദ്യം നമ്മൾ ഒന്നാമത്തെ മെത്തേഡ് ചെയ്യുകയാണ്, ക്രോസ് ചെയ്ത് ചെയ്യുകയാണ്. നോക്കിയേ 6 × 2 12 + 1 13/2 മൈനസ് 4 × 2 8 × 3 11/4. ഇതൊന്നും ഇനി പറയണ്ടല്ലോ, 8 + 3. ദെൻ 2 × 1 + 1 അല്ലേ, ഇപ്പോൾ മൈനസ് ആണ് അല്ലേ, മൈനസ് 3/2. ഓക്കെ അല്ലേ, എഴുതി. നമ്മൾ എന്ത് ചെയ്യുന്നു, ഛേദങ്ങൾ ഒരുപോലെ ആക്കാം. ഛേദമെല്ലാം 4 ആക്കി കൂടെ. ഇവിടെ എന്ത് ചെയ്യുന്നു, 2 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെയും 2 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ, ഇവിടെ 2 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെ 2 കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ അല്ലേ, നോക്കിയേ മുകളിൽ എന്തായി, നമുക്ക് ഛേദങ്ങളെല്ലാം എന്തായി, 4 ആയി. 4 ഞാൻ അതുപോലെ എഴുതുന്നു. മുകളിൽ നോക്കിയേ 13 × 2 26 മൈനസ് 11 മൈനസ് 6. ഓക്കെ അല്ലേ, നോക്കി 26 - 11 15. 15 - 6 എന്ന് പറയുന്നത് 9 9/4. ഇനി എന്ത് ചെയ്യും, ഒന്നുകിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ എന്ത് ചെയ്യണം, 4ന്റെ ഗുണിതമായിട്ട് അടുത്ത് വരുന്ന ഏതാ, 9 എടുത്തത് 8 ആണ്. സോ 8/4 എന്ന് എഴുതാം അല്ലേ, പ്ലസ് 9 ആകാൻ വേണ്ടി 1/4. 8/4 2 അല്ലേ, സോ 2 + 4 1 2/4 ഇങ്ങനെ എഴുതാം. ഇതൊരു മെത്തേഡ്. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിർത്തി ഇത് ചെയ്യരുത്. 9/4 എങ്ങനെ ഹരിക്കണം, 9/4 2 4 8 ബാലൻസ് 1. ഇവിടെ സ്റ്റാർട്ട് ചെയ്യും, 2 സ്റ്റാർട്ട് ചെയ്യും, 2 എഴുതി വര ഇട്ടു, ഇവിടെ വന്നു 1, ഇപ്പുറത്ത് വന്നു 4 2/4 അങ്ങനെയും കിട്ടും. കിട്ടിയില്ലേ? അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, ഇത് തെറ്റാൻ സാധ്യത കുറവാണ് ഇങ്ങനെ ചെയ്താൽ. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടാമത്തെ മെത്തേഡ് മൈനസിലേക്ക് വരുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായേക്കാം. നോക്കാം നമുക്ക്. 6 1/2 മൈനസ് 2 3/4 മൈനസ് 1 1/2. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പൂർണ്ണസംഖ്യയിലും എടുക്കുകയാണ്. ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്യും, തെറ്റിക്കാതെ ചെയ്യും. 6 - 2 ആണ് നമുക്കറിയാം. 6 - 2 -1 എന്ന് എഴുതുകയാണേ. 6 - 2 -1 ഫസ്റ്റ് ക്വസ്റ്റൻ അല്ലേ, നമുക്ക് എഴുതി തന്നെ പോകാം. 6 - 2 -1. ഇനി ബാക്കി ആരൊക്കെ ഉണ്ട്, ബാക്കി നോക്കി +1/2 +3/4 +1/2 ഇങ്ങനെ നമ്മൾ എഴുതിയാൽ ഇത് തെറ്റാണ്. എന്താണ് പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല, കാര്യം +6 1/2 തന്നെയാണ്. സോ അവിടെ എന്ത് ചെയ്യും, ഇതുവരെ നമ്മൾ എഴുതി, ബാക്കി 1/2 തന്നെ +1/2 തന്നെയാണ്. പക്ഷെ ഇവിടെ നോക്കി, ഈ 3/4ന്റെ ഫ്രണ്ടിൽ ഒരു മൈനസ് കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ സാധനം മൈനസ് ആയിട്ട് മാറും എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഓക്കെ അല്ലേ, -1/2 ഈ 1/2ന്റെ ഫ്രണ്ടിൽ ഒരു മൈനസ് ഉണ്ട്. അതുകൊണ്ട് അതും എന്തായിട്ട് മാറും, മൈനസ് ആയിട്ട് മാറും. അവിടെയാണ് നമ്മൾ തെറ്റിക്കുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവം, നിങ്ങൾ ഇത് മാത്രം എടുത്ത് നോക്കിയേ. -2 3/4 എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2ന് മാത്രമല്ലേ മൈനസ് ഉള്ളൂ, പിന്നെ എങ്ങനെ 3/4 പ്ലസ് അല്ലേ കിടക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. നമുക്കറിയാം 2 3/4 എന്ന് പറഞ്ഞാൽ 2 + 3/4 ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ശരിയല്ലേ. അപ്പോൾ ഈ മൈനസ് എന്ന് പറയുന്നത്, ഈ പുറത്തെടുക്കുന്ന മൈനസ് ഇങ്ങനെ പ്ലസ് ചെയ്ത് ഇങ്ങനെ ആക്കുമ്പോൾ ഈ മൈനസ് 2നും ബാധകമായിട്ടുള്ള സാധനമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് മൈനസ് കൊണ്ട് 2നെയും ഗുണിക്കണം, ഇതിനെയും ഗുണിക്കണം. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും, ഇവിടെ മൈനസ് ആയിട്ട് മാറും. അപ്പോൾ മൈനസ് ഉള്ള സംഖ്യയുടെ ഫ്രണ്ടിൽ, മിശ്രഭിന്നത്തിന്റെ ഫ്രണ്ടിൽ മൈനസ് കിടന്നാൽ അത് 2നെയും ബാധിക്കുമെന്ന് ആലോചിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ അത് കിട്ടിയല്ലോ. നോക്കാം നമുക്ക്. 6 - 2 4 4 - 1 3 ശരിയല്ലേ. ഇനി നോക്കിയേ, ഈ +2 ഈ -2 വെട്ടിപ്പോവും. എന്തുകൊണ്ട്? അര മൈനസ് അര 0, അര മൈനസ് അര 0. ബാക്കി ആരുണ്ട്, -3/4. പക്ഷെ നമുക്ക് ആൻസർ കിട്ടിയിട്ടില്ല. 2 ഇത് ആൻസർ ചെയ്യാം. 1 ഒറ്റ സ്റ്റെപ്പിൽ പറയാം. എങ്ങനെയെന്നറിയാവോ, ഞാൻ പറഞ്ഞത് 4ൽ 3 എന്ന് പറഞ്ഞാൽ 3/4 ആണെന്ന് പഠിക്കുക. 3ൽ നിന്നും 3/4 കുറച്ചാൽ 2/4. ഇത് നമ്മുടെ ലോജിക്കാണ്. 3ൽ നിന്നും 4ൽ 3 കുറച്ചാൽ 3/4 കുറച്ചാൽ 2/4 നമ്മുടെ ലോജിക്ക്. അതാണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 3ൽ നിന്ന് 3/4 കുറച്ചാൽ 2/4 ഈ പരിപാടി. അതല്ലേ. ഇനി നമുക്കത് അറിയില്ല എന്ന് വെക്കുക. നമ്മൾ എന്ത് ചെയ്യണം, 3 - 3/4 വന്നാൽ നമ്മൾ താഴെ മുന്താഴെ 1 കൊടുത്ത് ക്രോസ് ചെയ്യും. പറഞ്ഞേ ഇങ്ങനെ 4 × 3 12 മൈനസ് 1 × 3 9. സോറി 1 × 3 3. എൻ്റെ തെറ്റാണ് കേട്ടോ. 1 × 3 3 ബൈ താഴെ 1 × 4 4. ശരിയല്ലേ. 12 - 3 9. 9/4 എന്നല്ലേ കിട്ടുന്നത്. അപ്പോഴും ആൻസർ ആയില്ല. നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ പോലെ ചെയ്യും. 9/4 2 4 8 ബാലൻസ് 1. പറഞ്ഞേ 2ന് ആദ്യം എഴുതി, വരയിട്ടു, കറങ്ങി ഇവിടെ വന്നു, മുകളിൽ എഴുതി, കറങ്ങി ഇവിടെ പോയി, താഴെ എഴുതി, 4 2/4. കണ്ടോ, അങ്ങനെയും കിട്ടും. പക്ഷേ ഡയറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം കഴിയും. മനസ്സിലായല്ലോ സ്റ്റെപ്പ്? ഇതുകൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ഏകദേശ ധാരണ വരും നമുക്ക്. ഓക്കെ, ചോദ്യം എടുത്തേ. 20 -8 3/5 -9 4/5. ഓക്കെ,
ഞാൻ ഈ രണ്ട് മെത്തേഡും പറഞ്ഞു പോകുന്നതേ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ടിൽ ഒരാളെടുക്കുന്ന ഒരു മെത്തേഡായിരിക്കും പഠിക്കുന്നത്, മറ്റേ മറ്റേതായിരിക്കും പഠിക്കുക. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഒരു മെത്തേഡ് മാത്രം പറഞ്ഞു പോയാൽ മറ്റേ ആളിന് കൺഫ്യൂഷൻസ് വരും പിന്നെയും. അതുകൊണ്ടാണ് ഞാൻ രണ്ട് മെത്തേഡും പറഞ്ഞു പോകുന്നുണ്ട്. സമയം കളയുന്നെന്ന് വിചാരിക്കരുത്. കാര്യം ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ രണ്ടുപേരും എയും ബി ഉണ്ടെങ്കിൽ എ ചെയ്യുന്നത് ഒന്നാമത്തെ മെത്തേഡും ബി ചെയ്യുന്നത് രണ്ടാമത്തെ മെത്തേഡും ആയിരിക്കും. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും സെയിം എക്സാമ്പിൾ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒരു മെത്തേഡ് വെച്ച് മാത്രമാണ് പറയുന്നതെങ്കിൽ അത് എക്ക് മാത്രമേ ഉപകാരപ്പെടുള്ളൂ, ബിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരാം. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, രണ്ടും പറഞ്ഞു പോകുന്നത്. സമയം വേസ്റ്റ് ആക്കുമെന്ന് വിചാരിക്കില്ലേ? ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലൊന്നും ചെയ്യേണ്ട, 20 അതുപോലെ തന്നെ എഴുതാണ്. മൈനസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോസ് ചെയ്യുന്ന മെത്തേഡാണ്, മിക്സർ ഫ്രാക്ഷൻ മാറ്റുന്നു. 5 × 8 40, 40 + 3 43/5. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം, മൈനസ് 5 × 9 9 45 അല്ലേ, 5 9 45, ദെൻ പ്ലസ് 4 49/5. ഇതുവരെ ഓക്കെ നമ്മൾ ചെയ്ത് അതേ മെത്തേഡാണ്, വേറെ ഒന്നും ചെയ്തില്ല നമ്മൾ. സോ കഴിഞ്ഞില്ലേ? എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നോ നോക്കില്ലോ കേട്ടോ. ഓക്കെ, ശരിയാണ്. ഇനി ഇത് സിമ്പിളാണ് കേട്ടോ. കാര്യം എന്താ, 20 ഛേദങ്ങൾ ഒരുപോലെ അല്ലേ. നമ്മൾ എപ്പോഴും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വേണ്ടി രണ്ട് ഫ്രാക്ഷൻ കാണുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ എന്ന് പറയുന്ന സാധനം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഛേദങ്ങൾ ഒരുപോലാണ്. നമ്മൾ അതിനൊക്കെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, രണ്ട് ഫ്രാക്ഷൻ കിട്ടി ആദ്യം നോക്കേണ്ട ഛേദങ്ങൾ ഒരുപോലാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ തെറ്റ് വരുത്താനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഞാനൊന്ന് പറഞ്ഞാൽ കാരണം അപ്പോൾ തെറ്റുകൾ നമ്മൾ പറയുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തുന്ന സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് പിന്നെയും താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ട് ശ്രദ്ധിച്ച് പഠിച്ചോളുക. നോക്കിയേ, നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ നോർമലി ചിന്തിക്കുന്നത് എന്താണ്, ഛേദം ഒരുപോലാണ്, ഛേദം അവിടെ വെച്ചു, മൈനസ് അവിടെ ഇട്ടു, ശരിയല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും, ഛേദങ്ങൾ ഒരുപോലെ നമ്മൾ നോക്കും. 43 - 49 അല്ലേ, 43 49 കുറയ്ക്കുമ്പോൾ എത്രയാണ് വരിക, -6 വരിക. അങ്ങനെയാണ് സാധനം നമ്മൾ ചെയ്യുന്നത്, അങ്ങനെയാണ്. ഛേദങ്ങൾ ഒരുപോലെയാണെങ്കിൽ ഛേദം അതുപോലെ എഴുതിയിട്ട് മുകളിൽ കൂട്ടാനാണെങ്കിൽ കൂട്ടും, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കും. നോക്കിയേ, 43 - 49 -6, ശരിയല്ലേ? ഇത് തെറ്റാണ്. എന്താണ് തെറ്റ്? കുറച്ച് പേരൊക്കെ പിടികിട്ടി കാണും. എന്താണ് തെറ്റ് നോക്കിയാൽ അറിയാം. ഇവിടെ +43 അല്ല, ഇവിടെ -43 ആണ്. അതാണ് അവിടുത്തെ തെറ്റ്. ക്ലിയർ ആയല്ലോ? മുമ്പിലുള്ള സൈൻ നോക്കുക, -43 -49 ആണ്. ശ്രദ്ധാപൂർവം തന്നെ പഠിക്കുക, അതല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക, 5 അതുപോലെ എഴുതി. ഇനി അംശത്തിലോട്ട് നോക്കിയേ, -43 -49 ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക, കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കും, കൂട്ടിയിട്ട് അതേ ചിഹ്നം. അപ്പോൾ 40 30 80 89, ദെൻ 3 92. ഓക്കെ അല്ലേ? നമ്മൾ എഴുതി മനസ്സിലായല്ലോ. ഈ എന്തുകൊണ്ട് ഇത് കൂട്ടിയെന്ന് മനസ്സിലായോ? ഈ ചിഹ്നം നമ്മൾ എത്ര പറഞ്ഞാലും നിങ്ങൾ തെറ്റിക്കുന്നതാണ്, ഒരുപാട് പേര് തെറ്റിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം ഓർത്ത് വെച്ചോളുക. എപ്പോഴും എവിടെ ഇങ്ങനെ വന്നാലും ഫ്രണ്ടോട്ട് നോക്കിക്കൊള്ളുക മൈനസ് വരുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ബോർഡ് മാസ് പഠിപ്പിച്ച ഈ സാധനം പറഞ്ഞതാണ്. സോ തെറ്റിക്കരുത്. ശരി, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്ത മെത്തേഡ്, നമ്മളിവിടെ എല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. സാധാരണ രണ്ട് മെത്തേഡുണ്ട്, നമുക്കിത് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. 92/5 ഹരിച്ച് ചെയ്യാം. നമുക്കത് വേണ്ട. നമുക്കത് താഴെ ഒന്നുകൂടെ നമ്മൾ ക്രോസ് ചെയ്യാണ് വീണ്ടും. 5 × 20, 5 × എത്ര 100, മൈനസ് 1 × 92 എത്ര 92, ബൈ 1 × 5 5. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ. സോ 8/5 എന്ന് കിട്ടും. കുറയ്ക്കുമ്പോൾ 8/5, 8/5 എത്രയാണ് നോക്കാം നമുക്ക്, 8/5. രണ്ട് രീതി ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡിലും ചെയ്യാം. 5/5 എന്നിട്ട് ചെയ്യാം. പോട്ടെ, 1 5 5, ബാലൻസ് 3. ഒന്നിൽ തുടങ്ങാം. 1 കറങ്ങി ഇവിടെ വരും, വരയിട്ടു 3, ഇവിടെ കറങ്ങി ഇവിടെ വന്നു 5, 1 3/5. ഇതാണ് ആൻസർ. ഓക്കെ, ഇത് ഒരു മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് ഇത് കൺഫ്യൂസിങ് ആണ്, നമുക്ക് നോക്കാം. നിങ്ങൾ അത് വെച്ച് ചെയ്യുന്നവർക്ക് നമുക്ക് നോക്കാം എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. നോക്കിയേ, 20 - 8 3/5 -9 4/5. നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത് നമുക്കറിയാമല്ലോ. 20 എടുത്തു, -8 -9. അപ്പോൾ 20 നിന്ന് 8 -20 -8 12 എന്ന് കിട്ടും. 12 -9 3 എന്ന് കിട്ടും. ശരിയല്ലേ? ഞാൻ ഒരു സ്റ്റെപ്പിൽ എഴുതാണ്, സ്റ്റെപ്പ് എഴുതണ്ടല്ലോ, ഇതെടുത്ത് മൈനസ് എഴുതണ്ടല്ലോ. ഇനി ബാക്കിയുള്ള സംഖ്യ എന്ന് പറഞ്ഞേ, -3/5 -4/5 അല്ലേ? കാര്യം ഫ്രണ്ടിൽ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസേ കൊടുക്കാൻ പാടുള്ളൂ, നമ്മൾ പറഞ്ഞാണ്. ഇവിടെയും കൊടുക്കാൻ പാടുള്ളൂ. ശരിയല്ലേ? ഇനി നോക്കിയേ, = 3 നോക്കാം. മൈനസിലാൻ വരട്ടെ. നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം ഛേദങ്ങൾ ഒരുപോലെ അല്ലേ, ഛേദങ്ങൾ അതുപോലെ വെച്ചു. തെറ്റിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ് പറയാൻ പോകുന്നത്. നോക്കി എന്ത് ചെയ്യും നമ്മൾ നോർമലി നമ്മൾ ഛേദം ഒരുപാടെങ്കിൽ എന്താ ചെയ്യുന്നത്, മുകളിൽ കുറയ്ക്കും. നിങ്ങളിവിടെ തെറ്റിക്കും, ശ്രദ്ധിച്ച് കേട്ടോളുക. ബോർഡ് മാസിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഇനിയും തെറ്റിക്കരുത്. നമ്മൾ നോർമലി എങ്ങനെ ചിന്തിക്കുമെന്ന് അറിയാവോ, മൈനസ് ഇവിടെ ഇട്ടു, എന്നിട്ട് നോക്കിയേ ഛേദം ഒരുപാടെങ്കിൽ എന്ത് ചെയ്യും, മുകളിൽ 3 - 4 -1. ശരിയല്ലേ? ഛേദം ഒരുപാടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഛേദം അതുപോലെ വെച്ചിട്ട് മുകളിൽ കുറയ്ക്കും അല്ലെങ്കിൽ കൂട്ടും. ഇവിടെ നമ്മൾ കുറയ്ക്കാനാണ് നമ്മൾ 3 - 4 -1. അതേ വലുതും ചേർത്ത് കുറച്ച് വലുതിന് ചിഹ്നം -1 കൊടുത്തു. ഇങ്ങനെ എഴുതിയാൽ തെറ്റാണ്. എന്താണ് തെറ്റ്? തെറ്റ് ഇതാണ്. നോക്കിയേ, ഛേദം നമ്മൾ 5 അതുപോലെ എഴുതി. പക്ഷേ ഇനി 3 - 4 അല്ല,
3ന്റെ ചിഹ്നം ഫ്രണ്ടിലേക്ക് നോക്കിയേ, അവിടെ മൈനസ് ആണ്. ഇത് നമ്മൾ ബോർഡ് മാസിൽ പറഞ്ഞതാണ്. 3ന്റെ ചിഹ്നം മൈനസ് ആണ്, 4ന്റെ ചിഹ്നവും മൈനസ് ആണ്. അപ്പോൾ 5 എഴുതിയാൽ മുകളിൽ ഒരേ ചിഹ്നങ്ങളാണ് വന്നിരിക്കുന്നത്. -3 -4 ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കും. അതായത് 4ഉം 3ഉം 7 ചിഹ്നം മൈനസ്. ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം നിങ്ങൾ എല്ലാവരും ഈ മൈനസിനെ അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയും, ശ്രദ്ധിക്കത്തേയില്ല. ഛേദം ഒരുപോലെ എഴുതിയിട്ട് ഇത് തമ്മിൽ അങ്ങ് കുറയ്ക്കും. ഈ തെറ്റുകൾ വരുത്തരുത്. സൈഡിൽ ഒരു 10 പ്രാവശ്യം കാണാതെ എഴുതി പഠിച്ചാലും കുഴപ്പമില്ല. എന്താണ്, ഞാൻ ഈ തെറ്റ് വരുത്തില്ല എന്ന് 10 പ്രാവശ്യം എഴുതിയാലും കുഴപ്പമില്ല. ഈ തെറ്റിനി വരുത്തരുത്. ബോർഡ് മാസ് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങൾ വീണ്ടും തെറ്റിയും. കാര്യം എന്നറിയോ, ഇവിടെ ഫ്രാക്ഷൻ കിടക്കുകയാണ്. ബോർഡ് മാസ് നമ്മൾ ഫ്രാക്ഷൻ തൊട്ടല്ല പഠിച്ചത്, നോർമൽ നമ്പർ ഇട്ടാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് വീണ്ടും ഫ്രാക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകും. ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ ഈ സംഭവം, ഞാൻ ഈ പറഞ്ഞ സംഭവം ഞാൻ ആദ്യം പറഞ്ഞ തെറ്റായ രീതിയിലാണ് ചിന്തിച്ചെന്നുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിയണമല്ലോ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത്. നാണക്കേടൊന്നുമില്ല, ഒരു നാണക്കേടില്ല. നിങ്ങൾ ആർക്കും അറിയത്തില്ല യൂട്യൂബിനകത്ത്. ഓക്കെ, എനിക്ക് അറിയാൻ വേണ്ടി വെറുതെ ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ചിന്താഗതി ശരിയാണെന്ന് അറിയണമല്ലോ. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ വിട്ടേക്കാം. നോക്കി, നമ്മൾ എന്താ പറഞ്ഞത്? കഴിഞ്ഞില്ല. നമുക്കിനി എന്ത് ചെയ്യണം? ഒന്നുകിൽ ക്രോസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതിനെ വീണ്ടും എന്ത് ചെയ്യണം? മറ്റേ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ആ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഞാൻ വേണമെങ്കിൽ പറയാം, പക്ഷേ അങ്ങനെ ചെയ്താൽ കുറച്ച് തെറ്റാൻ സാധ്യത പോസിബിലിറ്റി കൂടുതലാണ്. മേ ബി ഏറ്റവും എളുപ്പം എന്തായിരിക്കും? ക്രോസ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് ക്രോസ് ചെയ്ത് നോക്കിയേ. 5 × 3 15 -1 × 7 7 / 5. അതായത് 15 - 7 15 - 7 എത്രയാണ്? 8 8/5. 8നെ ഹരിക്കും 5, ഒരു 5 5 ബാലൻസ് 3. സോ എഴുതുന്നു 1, കറങ്ങി ഇവിടെ വരുന്നു 3, വരുന്നു 5, 1 3/5. ആൻസറൊക്കെ കിട്ടി. പക്ഷേ എനിക്ക് തോന്നുന്നു മിക്സഡ് ഫ്രാക്ഷനിലേക്ക് വരുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ ബെറ്റർ ഇതായിരിക്കും തോന്നുന്നു. ഇത് തെറ്റിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് നോക്കുക. മനസ്സിലായെങ്കിൽ ഇത് മതി. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ 4 ക്വസ്റ്റ്യൻ ചെയ്തുള്ളൂ. പക്ഷേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാണ് പഠിച്ചത്. അതുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോളുക. മിശ്ര ഭിന്നങ്ങളുടെ സങ്കലനവും വ്യവകലനവും നമ്മൾ പഠിച്ചു വെച്ചോളുക. ചെറിയ കാര്യമല്ല. നിങ്ങൾ ചിന്തിക്കുമ്പോൾ 4 ചോദ്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ 4 ചോദ്യങ്ങളിൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പഠിക്കേണ്ടത് സങ്കലനവും വ്യവകലനവും കഴിഞ്ഞാൽ ഗുണനവും ഹരണവുമാണ്. ഭിന്നസംഖ്യകളുടെ ഗുണനം, ഹരണം, ഇതാണ് നമുക്ക് നോക്കേണ്ടത്. വളരെ പെട്ടെന്ന് പറഞ്ഞു കഴിയാം നമുക്ക്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 7ഉം 2-1 ഇൻറ്റു 3ഉം 4-1. 7ഉം 2-1 ഇൻറ്റു 3ഉം 4-1. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിതിനെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റാം. ആ ഒരു മെത്തേഡ് മതി. വേറെ മെത്തേഡുണ്ട്, പിന്നെ അത് ഒരുപാട് ഓപ്പൺ ചെയ്തൊക്കെ ചെയ്യണം. ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് നമുക്ക് വേണ്ട. നമുക്കിങ്ങനെ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റാം. വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാം. എങ്ങനെയാണ്? 2 × 7 + 1 14 + 1 15/2 ഇൻറ്റു 4 3 12 1 13/4. ഓക്കെ അല്ലേ? സോ നോക്കി, ഇനി നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. വേറെ വഴിയില്ല, കട്ട് ചെയ്താലൊന്നുമില്ല. സോ 15 × 13 മൾട്ടിപ്ലൈ ചെയ്യാം. 15 മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പ വഴിയൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞൊരു ക്ലാസ് നമുക്കാണെങ്കിൽ കുറുക്ക് വഴിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്ലിക്കേഷൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്യാം. അപ്പോൾ നോക്കി, നമുക്ക് നോക്കാം. നമുക്ക് 15 × 3 ഇപ്പോൾ മൾട്ടിപ്ലൈ തന്നെ എഴുതാം. 15 × 13 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 5 3 15, ദെൻ 1 3 3, 1 5 5, 1 1. സോ എന്ത് പറയാം? 5 8 1. ഇപ്പോൾ 185 ബൈ താഴെ 4 ഉണ്ട് 8. സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ മിശ്ര ഭിന്നത്തിലെ വിഷമ ഭിന്നത്തിലോട്ട് മാറ്റുന്നു, ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എടുത്തേ. 6ഉം 2/5 ഇൻറ്റു 3ഉം 1/8 ഇൻറ്റു 1/2 എന്നുള്ള ചോദ്യം. ഓക്കെ, നമ്മൾ ഇതുപോലെ ചോദ്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള, അതായത് മിശ്ര ഭിന്നത്തിലെ ഉള്ള ചോദ്യങ്ങളെ കണ്ടിട്ടാതുള്ളൂ നമ്മൾ. പക്ഷേ ഭിന്നസംഖ്യകളുടെ ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം? ആദ്യം വിഷമ ഭിന്നത്തിലോട്ട് മാറ്റാം. പിന്നെ നമ്മൾ പഠിച്ച കാര്യമാണ്. നോക്കി, 5 × 6 + 2 5 × 6 30 32/2. ശരിയല്ലേ? 5 അല്ലേ? 5. ഇനി നോക്കിയേ ഇൻറ്റു, ഇവിടെ നോക്കി 8 × 3 24 + 1 25/8. ശരിയല്ലേ? ഇൻറ്റു 1/2. ഏതൊക്കെ വെട്ടാം നമുക്ക്? 5ഉം 25ഉം വെട്ടാം. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഇത് പഠിച്ചോളാം കേട്ടോ. 8ഉം 32ഉം 4. ശരിയല്ലേ? ഇതാ ഈ 2ഉം 4ഉം വെട്ടാൻ 2. ഈ ഒരുപാടൊന്നും പറയാനില്ല. സോ നോക്കി, 5 × 2 10. താഴെ എന്തെങ്കിലും ഉണ്ടോ? താഴെ ഒന്നുമില്ല. സോ ആൻസർ ഈസ് 10. ഒരു പൂർണ്ണസംഖ്യ തന്നെ ആൻസറായിട്ട് കിട്ടി. സിമ്പിളാണ്. അപ്പോൾ നമ്മൾ മിശ്ര ഭിന്നം എല്ലാം പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എളുപ്പമാണ്. ഇനി നോക്കി, ഹരണത്തിലേക്ക് വരാം. 8ഉം 4-1 / 2ഉം 1/8. നമ്മൾ ചെയ്ത കാര്യം തന്നെ നമ്മൾ വീണ്ടും ചെയ്യാൻ പോകണം. എന്താണ്? മിശ്ര ഭിന്നത്തിൻ്റെ വിഷമം ഭിന്നമാക്കുകയാണ്. അത് ഇങ്ങനെ 8 × 4 32 1 33/4 / എന്താണ് പറഞ്ഞത്? 8 × 2 16 + 1 17/8.
അല്ലേ? ഭിന്നസംഖ്യകൾ ഹരിക്കാൻ എന്താ ചെയ്യുക? ഒന്നാമത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതും. ഏതിനെ? 33/4 അതുപോലെ എഴുതി ഹരണചിഹ്നം മാറ്റി ഇൻറ്റു ആക്കി ഇതിനെന്ത് ചെയ്യും? രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വിൽക്രമം എഴുതി. പഠിച്ചതല്ലേ? ഇത് നമ്മൾ പഠിച്ചതാണ്, ശരിയല്ലേ? സോ 8 4 ഓക്കെ 4+1 ഇതല്ലേ നമ്മൾ പഠിച്ചത്. സോ നമുക്കിത് വെട്ടാം. എന്താണ്? 2 4 കൊണ്ട് വെട്ടാൻ പറ്റും. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. 66/17 കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്, ശരിയല്ലേ? സോ ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യണു, അത്രയേ ഉള്ളൂ. ഹരണത്തിലും ഗുണനത്തിലും സിമ്പിളാണ്. എന്ത് ചെയ്യും? നമ്മൾ അടുത്ത ചോദ്യം വന്നേ നോക്കി, നമുക്ക് ഡയറക്റ്റ് ചെയ്ത് പോവാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 8 × 3 24 + 1 25/3 ഹരണം എന്ത് ചെയ്യുന്നു? 70 + 5 75/7 ഹരണം അടുത്തെന്താണ്? 18 + 2 20/9 കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുക? ഒന്നാമത്തെ ഭിന്നസംഖ്യ അവിടെ വയ്ക്കും, ഹരണചിഹ്നം മാറ്റി ഇൻറ്റു ആക്കും, തിരിച്ചിടും. ശരിയല്ലേ? ഹരണചിഹ്നം മാറ്റി ഇൻറ്റു ആക്കും, തിരിച്ചിടും. 9/20 വെട്ടാൻ പറ്റുന്നെങ്കിൽ വെട്ടാം. നമുക്ക് 25 75 വെട്ടാം. 25 കൊണ്ട് വെട്ടാം. 1 25 25 3 25 75 3 9 വെട്ടാം. 1 3 3 3 3 9 വേറെ ഏതെങ്കിലും വെട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മുകളിൽ 7 × 3 21 എന്നും താഴെ 3 × 20 60 എന്നും കിട്ടും. കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഏതൊക്കെയാണ്? ഭിന്നസംഖ്യകളുടെ മിശ്ര ഭിന്നങ്ങളുടെ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. ഭിന്നസംഖ്യകൾ കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് പറയാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾ താഴെ നിന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് പറ്റുന്ന ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഇനിയും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നന്നായിട്ട് നോട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക. നമുക്ക് സമയം എടുത്തുകൊണ്ട് തന്നെ പഠിക്കാം. സാവകാശം തറവായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വീണ്ടും ടോപ്പിക്ക് പഠിക്കേണ്ട അവസ്ഥയിലേക്ക് നമുക്ക് ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ബാക്കി ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും